ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഒരു വലിയുള്ളിയും 2 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് കഴുകി ചെറുതായി മുറിച്ചെടുക്കണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളിയല്ലി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും പച്ചമുളകും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കാം. ഉള്ളിയും പച്ചമുളകും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയടയുടെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി കളറുമാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം.
ഉടയാത്ത കഷ്ണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉടച്ചു കൊടുക്കാം. നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുക്കണം. ഇത് അരിച്ചെടുക്കണം കേട്ടോ. ഗോതമ്പ് മാവിൽ നിറയെ പൊടിയുണ്ടാകും, അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. കണ്ടോ, ഇത്രയും പൊടി ഉണ്ടായിരുന്നു. ഗോതമ്പ് മാവിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം കേട്ടോ. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കയ്യിലെടുത്ത് മാവിൻ്റെ പുറത്തുകൂടി ഒന്ന് തേച്ച് കൊടുക്കണം. ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഓരോ ഉരുളകളാക്കി ഇലയിൽ വെച്ച് കൊടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ പരത്തിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇല നന്നായി മടക്കിയെടുക്കണം. ഇങ്ങനെ എല്ലാ മാവും ഇലയിൽ വെച്ച് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മാവും ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇലയട വെച്ച് കൊടുക്കാം. നമ്മുടെ ഇലയട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗോതമ്പ് ഇലയട ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ ബൈ.